അമേരിക്കയിലെ ഒരു തിരുവോണം. പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ സറീന. 2024 ഓണവിശേഷങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ് ഞാനിവിടെ. അമേരിക്കയിലെ മലയാളികൾ തിരുവോണത്തെ സന്തോഷത്തോടെ വരവേൽക്കുന്നത് കാണാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. മോൻ ആകാശും ഞങ്ങളെല്ലാം മുത്ത് എന്ന് വിളിക്കുന്ന ആതിരയും അമേരിക്കയിലെ നോർത്ത് കരോലൈനയിലാണ് താമസിക്കുന്നത്. ഉപരിപഠനത്തിനായി അമേരിക്കയിൽ പോയി കഴിഞ്ഞ 10 വർഷമായി ആകാശ് അവിടെ ജോലി ചെയ്യുന്നു. കല്യാണത്തിന് ശേഷം മുത്തും അവിടെ തന്നെയാണ് താമസിക്കുന്നത്. 2024 ഓണത്തിന് ഞങ്ങൾ അവിടെയായിരുന്നു. കേരളത്തിലെ മലയാളികൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് ചെന്നാലും ചിങ്ങമാസത്തിലെ തിരുവോണത്തെ വരവേൽക്കാൻ മനസ്സുകൊണ്ട് സജ്ജമായിരിക്കും. ഓണാഘോഷം കേരളത്തിലേതിനേക്കാൾ വിദേശത്ത് മനോഹരമാക്കാൻ സാധിക്കുമെന്ന് 2024 തിരുവോണം കാണിച്ചു തന്നു. മുറ്റത്ത് പൂക്കളമിടാൻ അരളിയും ചെണ്ടുമല്ലിയും ഒന്നുമില്ലെങ്കിലും ഉള്ളതുകൊണ്ട് ഓണം പോലെ എന്നത് അമേരിക്കയിലെ പൂക്കളത്തിൽ കാണാൻ സാധിച്ചു. ഏതൊരു മലയാളിക്കും ഓണം എന്നാൽ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്നത് പൂക്കളമായിരിക്കും. അത്തം മുതൽ 10 ദിവസം പൂക്കളമിടുന്നതിനെ തിരുവോണ നാളിൽ മാത്രമായി ഒതുക്കി ഞങ്ങൾ. റോസും ആസ്ട്രവും ലില്ലിയും എല്ലാം ചേർന്നാലും മനോഹരമായി പൂക്കളമിടാൻ സാധിക്കുമെന്ന് മുത്ത് കാണിച്ചു തന്നു. ഇന്ത്യൻ ഷോപ്പുകളിൽ പൂക്കളമിടാൻ പൂക്കൾ കിട്ടുമോ എന്ന് അന്വേഷിച്ചപ്പോൾ 10 ദിവസം മുൻപേ ഓർഡർ കൊടുത്താലേ ലഭ്യമാവുകയുള്ളൂ എന്ന് മലയാളി ഷോപ്പുടമ ജോർജേട്ടൻ പറഞ്ഞപ്പോൾ തെല്ലൊന്നും അമ്പരക്കാതിരുന്നില്ല. ഞാനും മുത്തും അതൊന്നും ഇല്ലെങ്കിലും പൂക്കളമിടാനുള്ള ആവേശത്തിൽ വേറെ ഷോപ്പുകളിൽ പോയി റോസ്, ലില്ലി, ആസ്റ്റർ തുടങ്ങിയ വിവിധ നിറത്തിലും വലിപ്പത്തിലുമുള്ള പൂക്കളുടെ ബൊക്കകൾ വാങ്ങിച്ചു കൊണ്ടുവന്ന് മനോഹരമായ കളർഫുള്ളായ പൂക്കളം ഒരുക്കി. മോൻ്റെയും മുത്തിൻ്റെയും അടുത്ത സുഹൃത്തുക്കളെല്ലാം മലയാളികളാണ്. സുഹൃത്തുക്കൾ മലയാളികൾ തന്നെ വേണമെന്ന് 2 പേർക്കും നിർബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ തലശ്ശേരി, കോഴിക്കോട്, പാലക്കാട്, എറണാകുളം തുടങ്ങിയ കേരളത്തിലെ മലയാള ഭാഷ സംസാരിക്കുന്ന സുഹൃത്തുക്കളുള്ളത് എനിക്ക് ഏറെ സന്തോഷമായി. ഓണം നമ്മുടെ വീട്ടിൽ വെച്ച് ആഘോഷിക്കാമെന്ന് പറഞ്ഞതും ഏതൊക്കെ കറികൾ ഓരോരുത്തരും ചെയ്തു കൊണ്ടുവരാമെന്ന് പറഞ്ഞതും ഒപ്പമായിരുന്നു. സൗഹൃദത്തിൻ്റെയും കൂട്ടായ്മയുടെയും നല്ലൊരു ഒത്തുചേരൽ തന്നെയായിരുന്നു അത്. ഇല വാങ്ങിക്കാൻ ഷോപ്പിൽ പോയപ്പോൾ അതും ഏറെ കൗതുകകരമായി തോന്നി. മുഴുവനായിട്ടുള്ള ഒരു വലിയ ഇലയെ മടക്കി 10 എണ്ണം വീതം ഓരോ പാക്കറ്റിലുമാക്കി ഷോപ്പിലെ കൂളറിൽ സൂക്ഷിച്ചിരുന്നു. മെക്സിക്കൻ വാഴയിലയായിരുന്നു അത്. വാഴയിലയും പപ്പടവും ശർക്കര ഉപ്പേരിയും എല്ലാം പെട്ടെന്ന് തീർന്നു പോകുന്ന ഐറ്റമാണ്. അതെടുത്തോളൂ എന്ന് കടയുടമ ജോർജേട്ടൻ പറഞ്ഞു. മോൻ കടയുടമയ്ക്ക് അമ്മയെ പരിചയപ്പെടുത്തി കൊടുത്തു. സാധനങ്ങളെല്ലാം വാങ്ങിച്ച് ഓണത്തെ വരവേൽക്കാൻ റെഡിയായി. ഞാൻ സാമ്പാറും അവിയലും ഇഷ്ടവും പാൽപ്പായസവും നെയ്പ്പായസവും ഉണ്ടാക്കി. മുത്ത് ഇഞ്ചിപ്പച്ചടി ഉണ്ടാക്കി. ഓരോരുത്തരും മലയാളത്തനിമ വിളിച്ചോതുന്ന കേരളത്തനിമയുള്ള മുണ്ടും ഷർട്ടും കേരള സാരിയുമൊക്കെ ആയിരുന്നു വേഷം. അതും മനം കുളിർപ്പിക്കുന്നതായിരുന്നു. അമേരിക്കയിൽ വന്നതിന് ശേഷം അത്തരങ്ങൾ വേഷങ്ങൾ ധരിച്ച ആരെയും കണ്ടിട്ടുമുണ്ടായിരുന്നില്ല. ഓരോരുത്തരും വരുമ്പോൾ കാളൻ, എരിശ്ശേരി, കൂട്ടുകറി, തോരൻ, പുളിയിഞ്ചി, രസം, പരിപ്പ്, പപ്പടം തുടങ്ങിയ വിഭവങ്ങളുമായിട്ടാണ് വന്നത്. എല്ലാം കൂടെ ആയപ്പോൾ വിഭവസമൃദ്ധമായ സദ്യക്കുള്ള വിഭവങ്ങളെല്ലാം റെഡിയായി. അമേരിക്കയിലൊക്കെ ഉള്ളപ്പോഴാണ് സമ്പൽ സമൃദ്ധി, സാഹോദര്യം എന്നൊക്കെയുള്ള വാക്കുകളുടെ അർത്ഥം ശരിക്കും ഉൾക്കൊള്ളാൻ സാധിക്കുന്നത്. എല്ലാവരും ചേർന്ന് കായവറുത്തത്, ശർക്കര വരട്ടി, അച്ചാർ മുതലായ വിഭവങ്ങളൊക്കെ ഓരോന്നായി ഇലയിൽ വിളമ്പിയതിനു ശേഷം എല്ലാവരും താഴെയിരുന്നു വിഭവസമൃദ്ധമായ സദ്യ കഴിച്ചു. സദ്യക്ക് ശേഷം പല കളികളിലും ഏർപ്പെട്ടു. നല്ലൊരു ഓണം സമ്മാനിച്ചതിൻ്റെ ചാരിതാർത്ഥ്യം എല്ലാവരുടെ മുഖങ്ങളിലും വിടരുന്നുണ്ടായിരുന്നു. അങ്ങനെ കേരളക്കരയിൽ നിന്ന് വളരെ ദൂരത്തിൽ വന്ന് കഴിഞ്ഞ കൊല്ലത്തെ ഓണം മോനും മുത്തും അവരുടെ സുഹൃത്തുക്കളും ചേർന്ന് കളർഫുള്ളാക്കിയ തിരുവോണം എന്നും മനസ്സിൽ സൂക്ഷിച്ചു വെക്കാനുള്ളതായി മാറി. മനസ്സിൽ മരിക്കോളം സൂക്ഷിക്കാവുന്ന ഒന്നായി മാറി എന്ന് പറയുന്നതാവും ഭംഗി. ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും നിറഞ്ഞ ഓണമെന്നൊക്കെ പറയുമ്പോഴും അത് അനുഭവിക്കുമ്പോഴാണ് ശരിക്കും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയുമാകുന്നത്. മനുഷ്യർ തീർത്തുകൊണ്ടിരിക്കുന്ന മതിലുകൾക്കെല്ലാം അപ്പുറത്ത് ജാതിയുടെയും മതത്തിൻ്റെയും വിവേചനമില്ലാതെ വിദേശങ്ങളിൽ മലയാളികൾ ഓണം ആഘോഷിക്കുന്നു. മലയാളികൾ എവിടെ ചെന്നാലും അവരുടെ മലയാളിത്തനിമ കൈവിടാതെ ഓണം ആഘോഷിക്കും. അമേരിക്കയിലെ നോർത്ത് കരോലിനയിലെ കാരിയിൽ അങ്ങനെ ഒരു മലയാളി കൂട്ടായ്മയുടെ കൂടെ ഓണാഘോഷത്തിൽ പങ്കെടുക്കുവാനുള്ള അവസരവും ഉണ്ടായി. ചെണ്ടമേളവും മഹാബലിയും എല്ലാം ഓണാഘോഷത്തിൻ്റെ ഉദ്ഘാടന വേളയിൽ ഉണ്ടായിരുന്നു.
മോനും മുത്തും മലയാള ഭാഷ സംസാരിക്കുന്നവരുമായി കൂടുതൽ ഇടപഴകുന്നത് കൊണ്ട് തന്നെ മലയാളത്തെ സ്നേഹിക്കുന്ന എന്നെപ്പോലുള്ളവർക്ക് വലിയൊരു ആശ്വാസമാണ്. കലർപ്പില്ലാത്ത മലയാളം പറയുന്ന ജോസും ലക്ഷ്മിയും പരിപാടിയുടെ ആങ്കറിംഗ് ചെയ്തു. കൂട്ടത്തിൽ പറയട്ടെ, മലയാളം സംസാരിക്കാൻ അറിയാത്ത, അതായത് കടിച്ചാൽ പൊട്ടാത്ത മലയാളം പറയുന്ന കുട്ടികളെയും കാണാൻ സാധിച്ചു. ഓണം സദ്യയും ഓണാഘോഷത്തിൻ്റെ ഭാഗമായി ഒരുക്കിയിരുന്നു. കാരിയിലെ ഗ്രീൻ ലെവൽ ഹൈസ്കൂളിലെ ഓഡിറ്റോറിയത്തിലായിരുന്നു പരിപാടി. അതുകൊണ്ട് തന്നെ വിശാലമായ ക്ലാസ് റൂമുകളും മറ്റും സ്കൂൾ അങ്കണത്തിൽ കാണാൻ സാധിച്ചു. കൊച്ചു കുട്ടികൾ മുതൽ പ്രായം ചെന്നവരെ വരെ ഉൾപ്പെടുത്തി ഓണപ്പരിപാടി കൊഴുപ്പിച്ചു. നാടൻപാട്ട്, ചെറിയ കുട്ടികൾ അവതരിപ്പിച്ച വാദ്യോപകരണങ്ങളോട് കൂടിയ ഫ്യൂഷൻ മ്യൂസിക്, വിവിധ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഡാൻസ് മുതലായവയെല്ലാം കാണുമ്പോൾ അമേരിക്കയിലെ സ്കൂൾ അങ്കണത്തിലാണ് ഇരിക്കുന്നതെന്ന കാര്യം തന്നെ വിസ്മരിച്ചു പോയി. മലയാളി അസോസിയേഷനായ ഗ്രേറ്റർ കരോലിന കേരള അസോസിയേഷനാണ് ഓണപ്പരിപാടി സംഘടിപ്പിച്ചത്. കേരള പൈതൃകം നിലനിർത്താനും കലാ-സാംസ്കാരിക പൈതൃകത്തെ ഒരുമിച്ച് നിർത്താനും ചെറിയ കുട്ടികളെ മലയാള ഭാഷ പഠിപ്പിക്കുന്നതിനും സന്നിഹിതരായിട്ടുള്ളതാണ് ഇതിൻ്റെ ഭാരവാഹികൾ. വോളിബോൾ, ഫുട്ബോൾ, ക്രിക്കറ്റ് ടൂർണമെൻറ്റുകളും ഓണാഘോഷം, ക്രിസ്മസ്, ന്യൂ ഇയർ സെലിബ്രേഷൻ മുതലായവ സംഘടിപ്പിച്ച് മലയാളികളുടെ ഐക്യം കൂട്ടിയുറപ്പിക്കുന്നതിനും വേണ്ടിയുള്ള ഒരു സംഘടനയാണിത്. മലയാളത്തനിമയുള്ള കേരള സാരിയും സെറ്റുമുണ്ടും മുണ്ടും ജുബയും എല്ലാം ധരിച്ച് പരിപാടിക്കെത്തിയവരെ കണ്ടപ്പോൾ തെല്ലൊരു ആശ്ചര്യമുണ്ടാവാതിരുന്നില്ല. നമ്മൾ മലയാളികൾ എവിടെ ചെന്നാലും പൊളിക്കും എന്നതിനുള്ള നല്ലൊരു ഉദാഹരണമായിരുന്നു അമേരിക്കയിലെ ഓണാഘോഷം. ഒരു പിടി നല്ല ഓർമ്മകൾ മനസ്സിൽ നിറച്ച് ഒരുപാട് സ്നേഹവുമായി വീണ്ടും ഇതാ ഓണം വന്നെത്തി. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ തിരുവോണാശംസകൾ. നന്ദി, നമസ്കാരം.